കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. ഇന്ന് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് അറിവിൻ്റെ ഒരു വിശാലമായ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയത നമ്മളുടെ അകത്തേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇന്ന് എല്ലാ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും സമ്മർദ്ദത്തിൽ, സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും സ്ട്രെസ്സാണ്. സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടിയിരിക്കുന്നു. അതുമൂലം ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. ആരും സ്വസ്ഥരല്ല. അപ്പോൾ രാമായണം ഇതിനെ ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് കണക്കാക്കിയാൽ രാമായണ വായന നമുക്ക് എത്രത്തോളം അത് ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കറിയുള്ളൂ. അർത്ഥം മനസ്സിലാക്കി അത് വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത്. അതെങ്ങനെ എവിടെ ഇരുന്ന് വായിക്കണം എന്നുള്ളതിനെക്കാട്ടിലുപരി അതിനുള്ളൊരു തയ്യാറെടുപ്പ് മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥലവും സമയവും ഒന്നും പ്രശ്നമല്ല. രാമായണം എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ഇത് നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ആന്തരിക ശുദ്ധി വരുത്താൻ വേണ്ടി നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ പുതുതലമുറയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വഴി തെറ്റി നിൽക്കുന്ന ഇന്നത്തെ യങ് ജനറേഷനിലേക്ക് ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് മുതിർന്ന തലമുറയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതൊരു മതപരമായ ഒരു ചടങ്ങാണെന്നും ഇതിൻ്റെ പുറമോടിയെ കുറിച്ച് മാത്രം, ഇതിൻ്റെ കഥയെ കുറിച്ച് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്താൽ ഇന്നത്തെ തലമുറ ഒരു പക്ഷേ അത് ഉൾക്കൊള്ളില്ല. അവർക്ക് അതിൻ്റെ ആന്തരികമായ അർത്ഥവും അതെങ്ങനെ ജീവിതത്തിൽ ഗുണകരമാകാമെന്നും അവർക്ക് നമ്മൾ ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിൽ തന്നെ ലവനും കുശനും അച്ഛൻ ആരാണെന്ന് പോലും അറിയാതെയാണ് ആ കുട്ടികൾ വളർന്നത്. എന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ അച്ഛൻ്റെ അമ്മയുടെയും കഥകൾ പറയേണ്ട ഒരു യോഗം വന്നു. ഇന്ന് എത്ര കുട്ടികളാണ് അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാതെ കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പോയിന്റില് സീതയെ രാമൻ ഉപേക്ഷിക്കേണ്ടി വന്നു. അതും നമ്മളിപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഈ ഒരു യുഗത്തിലിരുന്നു കൊണ്ട് ഏതോ ഒരു യുഗത്തിൽ നടന്ന കാലഘട്ടത്തിനെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. അന്നത്തെ വാല്യൂ സിസ്റ്റം ഇന്നത്തെ വാല്യൂ സിസ്റ്റം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല. അതിലും ആത്മീയമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലും സീതയുണ്ട്. അപ്പോൾ സീത എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. അപ്പൊ രാമൻ മര്യാദ പുരുഷനാണ്, അല്ലെ? രാമൻ സീതയെ വിവാഹം കഴിക്കുന്നതോടെ രാമൻ ഒരു സാധാരണ മനുഷ്യന്റെ ദുഃഖങ്ങളും ഒക്കെ അറിഞ്ഞാണ്, അതേ തെറ്റുകളും ദൗർബല്യങ്ങളും ഒക്കെ ഉള്ള ഒരു പച്ചയായ മനുഷ്യന്റെ കഥയാണ് ഇത്. പക്ഷെ ഇതില് നമ്മൾ അറിയേണ്ടത് ആ മനുഷ്യൻ എന്നിട്ടും എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സാണ്. എന്നിട്ടുമുള്ള കാണിച്ച ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണു എന്നാ പറയുന്നത്. അപ്പോ അത്ര പോലും ഗിൽട്ടാണ്. രാമനൊരു തെറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. ഇന്ന് ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമുക്കൊക്കെ ഒരു എല്ലാത്തിനും ഒരു ന്യായീകരണമല്ല. ഇന്ന് എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ന്യായം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? അപ്പോൾ ശ്രീരാമൻ അങ്ങനെയല്ല. ശ്രീരാമന് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഏതാണ് ശരി, എങ്ങനെയാണ്. അത്ര പോലും വേറൊരാളെ ദ്രോഹിക്കുന്നതിൽ ശ്രീരാമൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇതിൽ സഹോദര സ്നേഹം, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഇന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംസാരിക്കുന്നത് പോലും ഇല്ല വീടുകളിൽ. എല്ലാവരും ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ചുരുങ്ങി ഒതുങ്ങി കൂടുകയാണ്. അപ്പോൾ പരസ്പരം സംസാരിക്കുകയും ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതൊരു സൊസൈറ്റിയുടെ ആവശ്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും രാമായണത്തിൽ കൂടെയെങ്കിലും സാധിക്കട്ടെ. രാമായണ വായന എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ഇതൊരു മതപരമായി അതൊരു ഹൈന്ദവ കുടുംബങ്ങളിൽ മാത്രമല്ല, ഇതൊരു മഹത്തായ ഗ്രന്ഥമാണ്, ഒരു പുരാണ ഗ്രന്ഥമാണ്, ഇതിഹാസമാണ്. അത് വായിക്കണം. അതിൻ്റെ സൗന്ദര്യമുണ്ട്, അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. അത് വായിച്ച് എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കർക്കിടക മാസത്തിന് തുടക്കമായി.
ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്